ഹലോ, അസ്സലാമു അലൈക്കും. ഹാപ്പി ടൂൺ വർക്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ആയില്ല വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇനിയൊരു വീഡിയോ ഇടാതിരിക്കാനും കുറേ കാരണങ്ങളുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോ ഇട്ടതിൻ്റെ ശേഷം ഇനി ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഇടുള്ളൂ എന്ന് വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും എങ്കിലും തന്നെ ഇനിയൊരു വീഡിയോ ഇടുള്ളൂ എന്ന് ഞാനങ്ങനെ ഒരു ഉറപ്പിച്ചിരുന്നു. കാരണം എന്താ വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ദുരനുഭവം, ഇനി ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവില്ല, അത്രയും ഇതിലൊരു ചതിയിൽ പെട്ടതാണ്. എനിക്ക് ഞങ്ങളിപ്പോൾ ഫാമിലി വെച്ചാൽ ഹസ്ബൻഡ്, ഞാൻ, 2 മക്കളാട്ടോ. ഒരു മൂത്തത് ബോയാണ്, രണ്ടാമത്തെ ഗേളാണ്. ബോയിന് 7 വയസ്സാവണ്, മൂക്ക് 3 വയസ്സായി. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു തരികയാണെങ്കിൽ, എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഒരു അടുത്ത ബന്ധത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചതാണ് ഞങ്ങൾ. അപ്പം എൻ്റെ ഹസ്ബൻഡ് 13 വർഷത്തോളം ഗൾഫിലായിരുന്നു. 13 വർഷത്തോളം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കല്യാണം കഴിയുന്നതിന് മുന്നേ, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 9 വർഷം കഴിഞ്ഞു. 2017 മാരേജ്. അപ്പോൾ +2 വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് 2ാമത്തെ ദിവസമായിരുന്നു +2 എക്സാം. ഏകദേശം തീരുമാനമായി കിട്ടി. പിന്നെ പഠിപ്പിക്കാൻ കിട്ടിയില്ല, പഠിക്കാൻ പറ്റിയില്ല. അങ്ങനെ 2023 മോളെ ഡെലിവറി. മോളെ ഞാൻ പ്രസവിച്ചത് 2024. ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നു. ഗൾഫിൽ നിന്ന് വരിക വെച്ചാൽ ജോലി ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയണമെങ്കിൽ കുറേ പറയാനുണ്ടാവും. ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ടൊന്നും ഫുള്ള് തീരൂല, ചുരുക്കി പറയാം. അപ്പം ഇതിപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഈ ഒരു വീഡിയോ എത്തുന്നവർ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം നിങ്ങൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടും. ചിലർക്കതൊരു ഇന്ത്യ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരാണെങ്കിൽ ഓൽക്കൊക്കെ അധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ അങ്ങോട്ട് പോകും തോറും ഇവിടെ അടുത്തൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഓൽക്ക് ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഓൽക്കും ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ 13 വർഷത്തോളം ഗൾഫിലിരുന്ന ആൾ. അപ്പം 13 വർഷത്തോളം ഗൾഫിലായിരുന്നു. 2023 ഡെലിവറി കഴിഞ്ഞ് 2024 ആൾ ഗൾഫിൽ നിന്ന് ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തുന്നത് വെച്ചാൽ ജോലി പോയിട്ട് എത്തുന്നത്. അങ്ങനെ പിന്നെ ചെറിയ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫാമിലി ഇഷ്യൂ ഇപ്പോൾ ഒക്കെ ഓക്കെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. ഞാൻ പറയാൻ ആഗ്രഹിക്കണില്ല. അപ്പം അതുകൊണ്ടൊക്കെ കൂടെ ഇവിടെ ഞങ്ങൾ റെൻറ്റിന് മാറി. ഫസ്റ്റിൽ ഞാൻ കുറച്ചിൻ്റെ വീട്ടിലായിരുന്നു. പിന്നെ ഇത് കുട്ടികളെ ഓരോരോ മാനസിക നിലയും കാര്യങ്ങളും മോന് കുറച്ച് വലുതായതൊക്കെ അല്ല, അതുകൊണ്ടൊക്കെ കൂടെ റെൻറ്റ് എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. റെൻറ്റിന് മാറിയെങ്കിൽ പോലും പിന്നെ ഞാൻ എൻ്റേതായ ഇത് റെൻറ്റിന് മാറിയെങ്കിൽ പോലും നമുക്ക് ഒരു 11.25 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 11.25 സെൻറ്റ് സ്ഥലം ഉണ്ടല്ലോ. ഒന്നുകിൽ അവിടെ വീട് കയറ്റാം, അതല്ലെങ്കിൽ കുറച്ച് ദൂരെയാണ്. 2 വീടും, ഹസ്ബൻ്റെ വീടും എൻ്റെ വീടും കൂടെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രണ്ടും എൻ്റെ ഹസ്ബൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരു അരമണിക്കൂറത്തെ യാത്ര ഉണ്ടാവുള്ളൂ. പക്ഷേ ഞങ്ങൾ വാങ്ങിയ സ്ഥലത്തേക്ക് അതിലേറെ ഡിഫറെൻ്റ് ആയിപ്പോയി. പെട്ടെന്ന് നമ്മൾ വീട്ടുകാർക്കാണെങ്കിലും 2 വീട്ടുകാർക്കാണെങ്കിലും വരാനും വയ്യ, അങ്ങനത്തെ ഒക്കെ രീതി. പിന്നെ അതുമല്ല, നമുക്കും തന്നെ ഹസ്ബൻഡ് പിന്നെ ഇവിടെ ഒരു ഷോപ്പ് തുടങ്ങി. ഹസ്ബൻഡ് പോലെ ഫ്രണ്ട്സൊക്കെ കൂടെ ഒരു ഫ്ലോർ മില്ല് അങ്ങനെ ഒരു മില്ല് തുടങ്ങി. അപ്പോൾ ഹസ്ബൻഡും
ഫ്രണ്ട്സൊക്കെ കൂടെ മോളാട്ടാ. അപ്പോൾ ഹസ്ബൻഡും ഫ്രണ്ട്സൊക്കെ കൂടെ ഒരു ഷോപ്പ് തുടങ്ങി, മില്ല് തുടങ്ങി. അപ്പോൾ അതും തന്നെ ആൾ അവിടുന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരണമെങ്കിൽ കുറേ ടൈം എടുക്കും. അപ്പോൾ നമ്മളിനിപ്പോൾ അവിടേക്ക് മാറുകയാണെങ്കിൽ തന്നെ കുറേ ഡിഫറൻറ്റ് വന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെന്ത് ചെയ്ത് അത് വിൽക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അപ്പോൾ ഇത് വേർഡ്സ് തന്ന ആൾ ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മകനാണ്. ജ്യേഷ്ഠത്തിൻ്റെ മകൻ വെച്ചാൽ മൂത്തമ്മാൻ്റെ മകന്. അപ്പോൾ ഇയാൾ ഹസ്ബൻഡിൻ്റെ സ്വന്തം ജ്യേഷ്ഠനെ പോലെ ആണല്ലോ നമ്മൾ മൂത്തമ്മാൻ്റെ മക്കൾ. അങ്ങനെ 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 ഒരാൾ അങ്ങനെയായിരുന്നു. അപ്പം ഞങ്ങൾ സ്ഥലം എടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തി വെച്ചാൽ എങ്ങനെയാണെങ്കിലും സ്ഥലം വേണമല്ലോ നമുക്ക്, നമ്മളുടെ ഫാമിലി ലൈഫ് അങ്ങനെ വേണമല്ലോ വെച്ചിട്ട്. അപ്പോൾ കൊറോണ ടൈമിലാണ് നമ്മൾ സ്ഥലം എടുക്കുന്നത്. നമ്മൾ എടുത്തപ്പോഴേ ഞങ്ങൾക്ക് 11:45 പിന്നെ ജ്യേഷ്ഠൻ വേറെ ആ വിഷയം അവരെ വിഷയം നമ്മൾ സംസാരിക്കണം. ഞങ്ങൾക്ക് പറ്റിയൊരു ഓലും സെയിം അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മളത് മാത്രം സംസാരിച്ചാൽ മതി, നമ്മളെ കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ. അപ്പോൾ കൊറോണ ടൈമിൽ പിന്നെ സ്വർണത്തിനും തന്നെ ഗോൾഡിനും തന്നെ അത്യാവശ്യം വിലയുള്ള ടൈമാണ് തോന്നുന്നു. എനിക്ക് മാരേജിൻ്റെ ടൈമിൽ 25-ൻ്റെ അടുത്ത്, 25-ൻ്റെ അടുത്ത് എനിക്ക് സ്വർണ്ണമുണ്ട്. കാരണം ഞങ്ങളൊരു മിഡിൽ ലൈഫ് അത്രയും എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പ എന്നെ വളർത്തിയിട്ടുണ്ട്. കൂലിപ്പണി എടുത്തിട്ടാണ്, എവിടെ എനിക്ക് പറയാൻ യാതൊരു ഇതുമില്ല. കൂലിപ്പണി എടുത്ത് നല്ല രീതിയിൽ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ അപ്പോൾ എൻ്റെ ഉപ്പ അങ്ങനെ ഞാൻ +2 പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ മാരേജ്. +2 പഠിക്കുമ്പോൾ 2017 മാരേജ്. അപ്പോൾ മാരേജ് 2017 മാരേജ് കഴിഞ്ഞ പിറ്റേ ദിവസമാണ് എക്സാം. ഏകദേശം തീരുമാനമായി കിട്ടി. പിന്നെ പഠിപ്പിക്കൂല അങ്ങനത്തെ ഒക്കെ രീതിയിലായിരുന്നു. പഠിപ്പിക്കൂല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ഓക്കെ, അതിനോടാണ്ട് അക്സെപ്റ്റ് ചെയ്തത്. അങ്ങോട്ട് ഇതായിപ്പോയി. ഓക്കെ, അതിലൊന്നും കുഴപ്പമില്ല. പിന്നീട് നമുക്ക് 25 പവനായിരുന്നു. 25 പവൻ്റെ അടുത്ത്, 25 പവൻ്റെ അടുത്ത്. പിന്നെ അങ്ങനെ ഏതൊരു പാരൻസും മക്കളെ ലൈഫിൽ അതൊരു സേവിങ്സ് എന്നുള്ള രീതിയിൽ തരാണല്ലോ ഗോൾഡ്. ഏതൊരു പാരൻസും നമുക്ക് 25 പവനൊക്കെ കൂടുതൽ തന്നെയാണ്. നമ്മളത്രയും മിഡിൽ ക്ലാസ്സാണ്. അതിൽ ഞാൻ ഒറ്റ മകളുള്ളൂ. എനിക്ക് മേലെ ഒരു കാക്കയാണ്, താഴെ 2 അനിയന്മാരാണ്. പിന്നെ ഉമ്മ അപ്പ. ബ്രദർ മാരേജ് കഴിഞ്ഞ് അവനക്ക് 2-3 കുട്ടികളാണ്. അപ്പോൾ ബ്രദറും ഒക്കെ കൂടെ ബ്രദറിൻ്റെ ഒക്കെ ഇത് കൂടെയാണ് ഓല സേവിങ്സ് കൂടെ എടുത്തുകൊണ്ടാണ് മാരേജ്. അങ്ങനെ മാരേജ് കഴിഞ്ഞു. ഈ കൊറോണ ടൈമിൽ മോനെന്ന കുട്ടിയുണ്ട്. എൻ്റെ മോനക്ക് ഇപ്പോൾ 7 വയസ്സ്. അടുത്ത മാസം 31-ാം തീയതിക്ക് ജൂലൈക്കാവും. മോനന്ന് 2019-ലാണ് ജനനം. എൻ്റെ അപ്പോൾ 2020 അവനക്ക് എത്ര മാസങ്ങളായിട്ടുള്ളൂ, 10 മാസം അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. ആ ടൈമിലാണ് ഞങ്ങൾ ഈ സ്ഥലം എടുക്കുന്നത്. സ്ഥലം 11.25 ഉണ്ടെന്നാണ് ഞങ്ങളൊരു ഇത്. അങ്ങനെ നമ്മൾ ആധാരം നോക്കിയിട്ടൊന്നുമില്ല. ഉപ്പായിരുന്നു, ഹസ്ബൻഡ് ഉപ്പായിരുന്നു ഒക്കെ എന്താ പറയുക ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ അവിടെ അയൽവാസിയിലൊന്നും അന്വേഷിച്ചില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറേ സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി കാണിച്ചു തന്നു. കുറേയൊക്കെ നമുക്ക് പറ്റും, നല്ല സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. അടുത്തടുത്തും ഇവിടെയൊക്കെ കൊണ്ട് കാണിച്ചു തന്നു. പക്ഷേ ഹസ്ബൻഡ് ഉമ്മാക്ക് വലിയൊരു ഇത് പറ്റില്ലായിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും ഉണ്ടാവും അവിടെ. ലാസ്റ്റ് ഞങ്ങൾ പോയത് കുറേ ദൂരെ കാടാമ്പുഴ. നമുക്ക് അവിടുത്തെ വാല്യൂവോ സ്ഥലത്തിൻ്റെ വാല്യൂ എത്ര ഉണ്ടെന്നോ ഇത്രയാണ് സെൻറ്റിന് വരിക ഒന്നും നമുക്കറിയില്ല. ഹസ്ബൻഡ് ഉപ്പാക്കും അറിയില്ല. ആദ്യമായിട്ടാണ് സ്ഥലം എടുക്കാൻ പോണത്.
അപ്പോൾ നമുക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ലല്ലോ. അപ്പം എൻ്റെ ഫാമിലി പെട്ട എൻ്റെ ഉമ്മാൻ്റെ ആൾക്കാർ തന്നെ കുറേ പറഞ്ഞ് ഇവിടെ സ്ഥലമുണ്ട് അവിടെ സ്ഥലം. പക്ഷെ എനിക്ക് പേടിയായിരുന്നു അന്ന്. പേടി വെച്ചാൽ അതൊന്നും ഇപ്പം പറയാൻ ഞാൻ ആഗ്രഹിക്കില്ല. പക്ഷെ എനിക്ക് പേടിയായിരുന്നു അവരോട് പറയാനൊക്കെ. ഓരോ ആൾക്കാരായിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മകനായിട്ട് മിപ്പിയും കൂടെ ഇവരൊന്നും അറിയണില്ല കേട്ടോ. ഇങ്ങനെയുള്ളൊരു ചതിയിലാണ് പെടാൻ പോകണമെന്നൊന്നും അറിയില്ല. അതൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഈ വീഡിയോ ഇത് ചെയ്യണം, ഇത് എടുക്കണം, എല്ലാവരും അറിയണം. എൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കെങ്കിലും അയാളെ ചതിയിൽ പെടരുത് എന്നുള്ളൊരു ഇതുണ്ട് എനിക്ക്. അത്രയായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. കാരണം അത്രയും സങ്കടമുണ്ട്. കാരണം ഇനി ഇങ്ങനെ ഒരു ചതിയിൽ, ഇത്രയും വലിയൊരു ചതി ഇനി എന്നെ ചതിക്കാൻ, അല്ലെങ്കിൽ ഞങ്ങളെ ചതിക്കാൻ ഇല്ല. അത്രയും സങ്കടത്തിൽ നിൽക്കുകയാണ്. കാരണം അങ്ങനെ അറ്റത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കൊറോണ ടൈമിൽ എനിക്ക് കൊറോണ ടൈമിൽ അന്നെന്തോ സ്വർണത്തിന് ഇത്തിരി കുറച്ച് കൂടുതലായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞ് അന്നൊക്കത്തെ മരിക്കല്ല അന്നുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ. അങ്ങനെ അത് വിറ്റ് 13.5 പവൻ്റെ സ്വർണം കൊടുത്തിട്ട് ബാക്കി ഞാൻ കൊടുക്കണില്ല. ഞാൻ ഡെയിലി യൂസ് ചെയ്യണത് കൊടുക്കില്ല. എനിക്ക് കാൽമത്തെ പാദസരം അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. അതൊന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ എൻ്റെ ഒരു കൊടുക്കില്ല എന്ന് അന്ന് തോന്നിപ്പോയത്. പഠിച്ചോനെന്തോ എന്നോട് എനിക്ക് അങ്ങനെ തോന്നിയാണ് പോയതാണ്. അത് ഇപ്പം ആലോചിക്കുമ്പോൾ അൽഹംദുലില്ലാ അങ്ങനെ തോന്നിച്ചത് നന്നായി ഞാൻ അത്രയും വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇയാൾ സെൻറ്റിന് 1,10,000 രൂപക്കാണ് ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥലം വാങ്ങണത്. ആനക്കുയ്യാൽ എന്ന് 2020. അത് കുറേ ഉള്ളോട്ട് കാട്ടാം. പക്ഷേ അന്ന് അവിടെ സെൻറ്റിന് എത്ര രൂപയാണെന്ന് ഒന്നും ഞങ്ങൾ അന്വേഷിച്ചില്ല. കാരണം ഇത് നമ്മളെ സ്വന്തം ആളാണ്. പിന്നെ ഇപ്പം ഞാൻ ചെന്ന് ഇറങ്ങി സംസാരിക്കാം. അന്ന് ഹസ്ബൻഡില്ല നാട്ടിൽ. ഹസ്ബൻഡ് ജ്യേഷ്ഠനൊന്നുമില്ല. അവരൊക്കെ ഗൾഫിലാണ്. ഈ സ്ഥലം പോയി ഇഷ്ടപ്പെടുന്നതും ഞങ്ങളാണ്, വാങ്ങുന്നതും ഞങ്ങളാണ്. പൈസ ഇടപാടൊക്കെ ഉപ്പൊക്കെ ആയിട്ടാണ്. ഇവർ 2 ആണുങ്ങളും നാട്ടിലൊന്നുമില്ല. നമ്മൾ 2 ആണുങ്ങളും വിളിച്ചിട്ട് അവരാണ് മാറ്റിയിരുത്തണേ. ഞാൻ എൻ്റെ കാര്യമാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ അത് മാത്രം പറഞ്ഞാൽ മതി. അപ്പം ഹസ്ബൻഡൊന്നും നാട്ടിലില്ല. അങ്ങനെ പെട്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു സ്വർണം കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് സ്വർണം കൊടുത്തു. ഇതാക്കി സ്ഥലമൊക്കെ വാങ്ങി നമ്മൾ പേരിൽ നമ്മളെ പേർക്ക് ഇങ്ങോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് അവർ രജിസ്റ്റർ ഓഫീസ് കൊണ്ടുപോയിട്ടില്ല. അവരെന്തോ മുദ്രപ്പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുന്ന് എന്നെക്കൊണ്ട് ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ വേറൊരു ജ്യേഷ്ഠത്തി അന്ന് ഗൾഫ് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡിന് ഒപ്പിടാനുള്ള പേപ്പറായിട്ട് അവരെ മൂത്തമ്മയും ഫാമിലിയായിട്ട് അങ്ങനെ ഉമ്മേൻ്റെ വേറെ ജ്യേഷ്ഠത്തി, ഈ പറഞ്ഞ ആളെ ഉമ്മല്ല കേട്ടോ, വേറെ ജ്യേഷ്ഠത്തിയായിട്ട് ഗൾഫ് പോയി. അവർ ഗൾഫ് പോകുമ്പോൾ പേപ്പേഴ്സും കൊടുത്തയച്ചു. അങ്ങനെ ഒപ്പിട്ട് കണ്ട് പോലും ഇതാക്കിയാണ്ട് ഓല ഫിംഗർ പ്രിൻ്റൊക്കെ വെച്ചാണ് അങ്ങോട്ട് കൊടുത്തയച്ചു. അങ്ങനെ പിന്നെ എന്നെക്കൊണ്ട് വീട്ടിൽ നിന്ന് വെപ്പിക്കുക. കാരണം ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾ 2 പേരിൽ, അവരുടെ സ്ഥലം അവർ 2 പേര്. അങ്ങനെയാണ്. അങ്ങനെ സ്ഥലം കാണാനൊക്കെ അടിപൊളിയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നേരിട്ട് റോഡും കോൺക്രീറ്റ് ചെയ്ത റോഡ് ആ സ്ഥലത്തിൻ്റെ അടുത്ത് വരെ, സ്ഥലത്തിൻ്റെ ഇത്തിരി കൂടി കുറച്ചും കൂടി മേലെ കഴിഞ്ഞ് ആ റോഡ് എത്താനുള്ളൂ. അത്രയും വരെ റോഡൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ടേജ് ആയിരുന്നു ഞങ്ങൾക്ക്. നേരെ ബാക്കിലാണ് വെറുതെ വരുന്നത്. ഞങ്ങളുടെ നിന്ന് നേരെ ഇവർക്ക് എത്ര 6 അടി അങ്ങനെ എന്തോ ഒരു റോഡ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ 11:45 വിചാരിച്ചിട്ടാണ് നിൽക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങളിങ്ങനെ റെൻറ്റിന് പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് റെൻറ്റിന് മാറേണ്ടി വന്നേ. ഉപ്പല്ല കേട്ടോ, ഉപ്പം
ഉപ്പ മരിച്ചു. ഉപ്പാക്ക് അസുഖം വന്നപ്പോൾ മരിച്ചു. മോളെ പ്രസവിക്കണതിൻ്റെ കറക്റ്റ് ഒരു മാസം മുന്നാണ് ഉപ്പ മരിക്കുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ റെൻറ്റിന് മാറി. റെൻറ്റിന് 2024 നവംബർ 11 ഞങ്ങൾ റെൻറ്റിന് മാറുന്നത്. റെൻറ്റിന് മാറി 2025 നവംബർ 11 1 ഇയറായി. പിന്നെ ഇപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോകുന്നത് കഴിഞ്ഞ മാസം 17 കഴിഞ്ഞ മാസം മീൻസ് ഏപ്രിൽ മെയ് 17 അവിടുന്ന് ഒഴിഞ്ഞു പോരുന്നത്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ സ്ഥലം വിൽക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എൻ്റെ തന്നെ ഫാമിലിയിൽപ്പെട്ട എൻ്റെ ഒരു ആരാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, അതൊരു മുഖേന ഞങ്ങളൊരു ഇത് നോക്കി. അപ്പം ഒരു മാറ്റക്കച്ചവടം എന്നുള്ള രീതിയിൽ ഇവിടെ അടുത്തൊരു വീട് ഓക്കെ ആക്കിയാണ് ഞങ്ങൾ മാറ്റക്കച്ചവടം എന്നുള്ള രീതിയിൽ ആ വീടിൻ്റെ മുതലാളിനെ ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. മുതലാളി കണ്ടൊക്കെ പറഞ്ഞത് ഇതിൻ്റെ ശരിക്കുള്ള ഓണറെ പേര് പറഞ്ഞു കണ്ടേ ഒരു ബഷീർ അങ്ങനെയാണ് പറഞ്ഞത്. അവരെ സ്ഥലമാണ് എനിക്ക് വേണ്ടട്ടാണ്. കാരണം അവരൊക്കെ എടുത്ത് വന്ന് പോയ സ്ഥലമാണിത്. കാരണം അയാളെ വീടിനാണ് ഈ മാറ്റക്കച്ചവടം പറഞ്ഞത്. ഒരിക്കലും മാറ്റക്കച്ചവടം ചെയ്ത അയാൾക്ക് അവിടെ മുതലാവില്ല. കാരണം നമ്മൾ കുറച്ച് പൈസ കൊടുത്താലും മുതലാവില്ല. കാരണം പിന്നെ അയാൾ പറഞ്ഞത് എനിക്ക് സ്ഥലം വേണ്ട, നിങ്ങൾ ആ വീട് പൈസക്ക് വാങ്ങിക്കോളിന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഏതൊരാളാണെങ്കിലും ലാഭം നോക്കുമല്ലോ. നമ്മൾ പെട്ടമായിരിക്കും ഒരാളും പെടൂല. നമ്മൾ സ്വന്തം ആൾ എന്നുള്ള രീതിയിലാണ് പോയതൊക്കെ. അങ്ങനെ അങ്ങനെ പറഞ്ഞു. പിന്നെ എപ്പോഴും നമ്മൾ ഒന്നും മനസ്സിലാവണില്ല. അപ്പോൾ പിന്നെ എൻ്റെ തന്നെ എനിക്ക് അത്രയും എൻ്റെ സ്വന്തം ബ്രദറാണ്, അങ്ങനെ അത്രക്കും ഇതാക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്കൊരാളെ വാല്യൂ മനസ്സിലാവണമെങ്കിൽ കുറച്ച് പാഠങ്ങൾ നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞായിരിക്കും. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇയാൾ ഈ കൊണ്ടുപോയി കുടുക്കിയ ആൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മകനാണ്. അതേ രീതിയിൽ എൻ്റെ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മകൻ ഉണ്ടാവില്ല. അവരിത് കണ്ടേക്കാറുന്നത് ഇതായിരുന്നു നിങ്ങൾ വാങ്ങണത്. ഞാനൊരു നിമിഷം അറിയുന്നത് ഒരിക്കലും വാങ്ങാൻ സമ്മതിക്കൂലായിരുന്നു. ഹസ്ബൻഡിനെ ഈ വാങ്ങിത്തന്ന ആൾ എങ്ങനെയാണോ അതേ ഒരു ഇതിലുള്ള ആളാണ് എന്നോട് ഈ പറഞ്ഞത്. എനിക്ക് ആ സെയിം സ്ഥാനമുള്ള ഒരാളാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എന്താണ് കുടുംബത്തിന് വാല്യൂ, സ്വന്തം കൂടപ്പുറപ്പല്ലെങ്കിലും അങ്ങനെ ഒരു ഇതിൽ വാല്യൂ കൊടുക്കുന്ന ഒരാൾക്കാർക്ക് അങ്ങനത്തെ ഒരു മനസ്സുണ്ടാവുള്ളൂ, പറയാനുള്ള മനസ്സ്. അല്ലാതെ ഇങ്ങനെ നടക്കുന്നവർക്ക് ചതിക്കാനും ഒക്കത്തിനും പറ്റും. അങ്ങനെ ഞങ്ങൾ ഇതൊന്നും ഇതാക്കാതെ ഈ പറഞ്ഞ ഞങ്ങൾക്ക് ഈ സ്ഥലം വാങ്ങി തന്ന ആള് കച്ചവട പൈസ വെച്ചിട്ട് 10,000 രൂപ ഹസ്ബൻഡിൻ്റെതും 10,000 20,000 ടോട്ടൽ മറ്റേത് വാങ്ങാൻ വേണ്ടിയിട്ട് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്. ഈ കച്ചവടമൊക്കെ നടന്നു കഴിഞ്ഞതിൻ്റെ ശേഷം വീട്ടിൽ വന്നിരുന്നു, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അന്ന് ഉപ്പാൻ്റെ അടുത്തുനിന്ന് പൈസ. അപ്പോൾ ഞാൻ കിച്ചണിൽ എന്തോ പാത്രം കഴുകാൻ തോന്നി. അപ്പോൾ നമ്മളോടക്ക് ആര് വരാണെങ്കിലും കിച്ചൺ നമുക്ക് അടുക്കളയിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇയാളെ കണ്ടൊക്കെ തന്നെ ഞാനും വെറുതെ കൊലയുമൊക്കെ ചെന്നു. അപ്പോൾ ഇയാൾ ഇങ്ങനെ പൈസ ആരും പറഞ്ഞു, അതൊന്നും വേണ്ടി വരില്ലപ്പാ, സ്വന്തം അഞ്ചന്മാരായിരിക്കല്ലേ. അപ്പോൾ തന്നെ ഇയാളൊരു മൂക്കോട് സംസാരിച്ചു കാണാം. അതൊന്നും പറഞ്ഞാൽ കാരണം അയാൾ അത്രയും ഞാൻ കളിയാക്കും. അത്രയും വെറുപ്പ് വെച്ചാൽ സത്യത്തിൽ കണ്ട് അരച്ച് തന്നാൽ വലിച്ചു കുടിച്ചെന്ന് പറയാം. അത്രക്ക് ദേഷ്യം എനിക്ക്. അങ്ങനെ അയാളെ വീഡിയോസൊക്കെ ഞാൻ ഇതിലിടുന്നുണ്ട്, എല്ലാവരും കാണണം. അങ്ങനെ ഇയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് പൈസ കറക്റ്റ് വാങ്ങി.
ഇപ്പം പറഞ്ഞ് എണ്ണ നോക്കി കളട്ടെ എന്നിട്ട് അയാൾ അവിടെ നിന്ന് എണ്ണയൊക്കെ എണ്ണ നീ അനങ്ങാണ്ട് അങ്ങനെ അവിടെ നിന്ന് എണ്ണയൊക്കെ ചെയ്ത്. അങ്ങനെ അയാൾ അന്ന് അവിടെ വീട്ടിൽ ഒരു സോഫയായിരുന്നു. ഇപ്പോൾ വീട്ടിൽ സോഫ കേടന്നിട്ട് പിന്നെ ഹസ്ബൻഡ് ഒരിക്കൽ എന്താണ് ഇരിക്കണ നമ്മൾ കൊലമക്കടിനെ ഇരിക്കണം അങ്ങനത്തെ ടൈപ്പ് ഹസ്ബൻഡ് വാങ്ങി. പിന്നെ അന്ന് ആ കച്ചവടം നടക്കുന്ന ടൈമിലൊക്കെ സോഫയായിരുന്നു കേടന്നതിൻ്റെ ശേഷം ഹസ്ബൻഡ് വാങ്ങിയത്. അപ്പോൾ ആ സോഫയിൽ നിന്നാണ് അയാൾ പറഞ്ഞതാണ്, അതുകൊണ്ട് നഷ്ടമൊന്നും വരില്ല, അതായത് നിങ്ങൾക്ക് അതുകൊണ്ട് നഷ്ടമൊന്നും വരില്ല. കൊല്ലം മറിയുമ്പോൾ വെച്ചാൽ നമ്മളൊരു സാധനം വാങ്ങി പിറ്റത്തെ കൊല്ലമല്ലേ, ഒരു കൊല്ലം മറിയുമ്പോൾ നിങ്ങൾക്കത് ഇരട്ടി വിലക്ക് ഞാൻ വിറ്റിരുന്നു പറഞ്ഞു. ഇന്നിപ്പോൾ ഞങ്ങളെ വിറ്റത് 2026 2020 മേടിച്ചിട്ട് 2020 മേടിച്ചിട്ട് 1,10,10,000 ഇൻറ്റു എത്ര വർഷമായി ഒന്ന് കൂട്ടി നോക്കി. അപ്പോൾ എത്ര വാല്യൂ. നമ്മളിതൊക്കെ വിശ്വസിക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയതും ഇതിൻ്റെ വാല്യൂ ഇത്ര എന്നൊക്കെ അറിയാം. എന്നിട്ടും നമ്മൾ ഇതവണിയാണ്. എന്നിട്ടും ഞാൻ എന്ത് ചെയ്തു, ഹസ്ബൻഡിനോട് കരഞ്ഞ് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ പറഞ്ഞേ അയാൾ ഇങ്ങനെ വിറ്റവരെന്ന് പറഞ്ഞതാണല്ലോ. ഞാൻ പല തെറിയും പറഞ്ഞിരിക്കണം അയാളെ. ശരിക്കും പറയാൻ എൻ്റെ വാപ്പാവുള്ള പ്രായമുണ്ട്. പക്ഷേ അന്ന് ഇനിയും പറയാനുണ്ട്. അപ്പോൾ അങ്ങനെ ഇയാളോട് നമ്മൾ പറഞ്ഞു എന്തേ സ്ഥലം വിൽക്കണം. ഹസ്ബൻഡ് വിളിച്ചു സ്ഥലം വിൽക്കണമല്ലോ, നിങ്ങൾ ഇതാക്കി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് മാറ്റക്കച്ചവടത്തിന് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. അങ്ങനെ മാറ്റക്കച്ചവടത്തിന് ഞങ്ങൾ പത്തായക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വാർപ്പിൻ്റെ വീടും 12 സെൻറ്റ് സ്ഥലം വാർപ്പിൻ്റെ വീട്, അതിലൊരു കിണർ, നേരിട്ട് റോഡൊക്കെ ഉള്ളത്. പത്തായക്കല്ലാണ് ഞങ്ങൾ അടുത്തൊക്കെ മതിയെന്ന് പറഞ്ഞതാണ്. പക്ഷെ അയാൾ എത്രയോ ദൂരെ. ഞാൻ ഒന്നാമത്തെ അടുത്ത് മതിയെന്ന് പറയാൻ കാരണം ഒന്നാമത്തെ ഫാമിലിക്കൊക്കെ വന്ന് പോകാൻ, രണ്ടാമത്തത് ഹസ്ബൻഡ് നേരം വൈകിട്ടാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വരൽ. ഈ പാർട്ട്നേഴ്സിൽ ഹസ്ബൻഡ് നേരം വൈകിട്ടാണ് വരൽ. അപ്പം അത്രയും നേരം വൈകുമല്ലോ. പിന്നെ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചിട്ടാണ് ശരിക്കുള്ള ഇതിൻ്റെ ഓണേഴ്സും ഇതൊക്കെ മാറിയിട്ടുള്ളത്, ഇവിടുന്ന് പോയിട്ടുള്ളത്. അപ്പം ഹസ്ബൻഡാണ് ഇവിടെ ഉള്ള ആൾ, മറ്റവരൊക്കെ പുറത്താണ്. അപ്പോൾ ഫുള്ള് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഹസ്ബൻഡ് വരാൻ. ചിലപ്പം 11 മണി, ചിലപ്പം 9:30 അങ്ങനെയൊക്കെ ആവും. അപ്പോൾ അത്രയും ദൂരം വരിക, അതുവരേക്കും എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ വന്നു കണ്ടപ്പോൾ അയാൾ പറഞ്ഞത് അപ്പൊക്കെ കണ്ടൊക്കെ ചെയ്ത്. അപ്പോൾ പിന്നെ അവിടുന്ന് 2-3 വീട് വേറെയും കാണിച്ചു തന്നു. പിന്നെ അയാൾ കൊണ്ടുപോയത് വലിയൊരു, ഇതിപ്പോൾ വീടാണെങ്കിൽ വീടിൻ്റെ ചുമരാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് തന്നെ വലിയൊരു കുന്ന് ഉള്ളത്. അങ്ങനെ അത് എൻ്റെ തന്നെ ഫാമിലിക്കാർക്ക് അറിയണതാണ്. അപ്പോൾ അവരാണ് ഒരിക്കലും നിങ്ങൾ വീട് ചെയ്യെങ്കിലും കാലാകാലം വാടകയ്ക്ക് താമസിച്ചാലും ഒരിക്കലും ആ വീട് എടുക്കരുത്. കാരണം അതിൻ്റെ ഉള്ളിലത്തെ ആൾ ഇട്ട് പോയിട്ടുള്ളത് ആ വലിയൊരു അത് പൊളിഞ്ഞടിയിട്ടാണ്. അപ്പം നമ്മൾ എവിടെ കിടന്നാലും നമ്മളെ കുട്ടികളൊക്കെ ഉണ്ട്, അത്രയും ഒരു ഡേഞ്ചർ ഇതാണത് കണ്ടാൽ തന്നെ. എന്നാലും ഇയാൾ എൻ്റെ സ്വന്തം ആൾക്കാരാണല്ലോ, ഇനി സ്വന്തം അല്ലെങ്കിൽ അല്ലാത്തവർ എന്തിനാണ് ഇങ്ങനത്തതൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം. പിന്നെ ഇയാൾ കൊണ്ടുപോയി കാണിച്ചു തന്നു. എന്നിട്ട് പിന്നെ നമ്മളൊക്കെ കാണിച്ചു തന്നു കണ്ടൊക്കെ ചെന്നതിൻ്റെ ശേഷം പിന്നെ നമുക്ക് വിളിച്ചപ്പോൾ ഇയാൾ ഈ പത്തായക്കല്ലങ്ങ കാണിച്ചു തന്നു പറഞ്ഞാൽ ആ സ്ഥലത്തിന് ഇയാൾ പറഞ്ഞത് എത്ര അറിയാം, 25 ലക്ഷം രൂപയാണ്. അല്ല, ഞങ്ങളെ സ്ഥലം മൊത്തത്തിൽ, അതായത് ഞങ്ങളത് 11.25 അപ്പോഴും ഞങ്ങൾ വിചാരിക്കുന്നത്. ഈ 11.25 സെൻറ്റ് സ്ഥലവും ഇവരെ ജ്യേഷ്ഠൻ്റെ 7 സെൻറ്റ്, അങ്ങനെ ഇതൊക്കെ കൂടി അതായത് 11.25 ഈ 7 സെൻറ്റ് സ്ഥലം കൂടെ നമ്മൾ ഇയാൾക്ക് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഞങ്ങൾ 5 ലക്ഷം അതിൻ്റെ പുറമെ 5 ലക്ഷം രൂപ കൂടി കൊടുക്കണമെന്ന്. അപ്പോൾ എത്രയാണ് കാണുന്നത് ചോദിച്ച്, സ്ഥലത്തിന് എത്രയാണ് നിങ്ങൾ അപ്പോൾ വില ഇടുന്നത് ചോദിച്ച് ഹസ്ബൻഡ്. അപ്പോൾ പറഞ്ഞ് 25 ലക്ഷമാണ്. അപ്പോൾ ടോട്ടൽ ഞങ്ങളെ സ്ഥലത്തിനാണ് അയാൾ 25 ലക്ഷമാണ് വില ഇടുന്നത്. അപ്പോൾ നമ്മൾ കണക്ക് കൂട്ടിയപ്പോൾ 25 ലക്ഷം പ്ലസ് 5 പറഞ്ഞ്. അപ്പോൾ നമുക്ക് പത്തായക്കല്ലുങ്ങ കാണിച്ചെന്ന് പറഞ്ഞ സ്ഥലത്തിന് ഇയാൾ പറഞ്ഞത് 30 ലക്ഷം. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ്
നമ്മളിപ്പോൾ ആ സ്ഥലം കൊടുത്താലും ഹസ്ബൻഡ് ജ്യേഷ്ഠനക്ക് നമ്മൾ പൈസ കൊടുക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ആ സ്ഥലം നിങ്ങളൊരു കാര്യം ചെയ്താൽ സ്ഥലം എടുത്താളേ, എന്നിട്ട് ഞങ്ങൾക്ക് 25 ലക്ഷം രൂപ തന്നാൽ മതിയാറ്. പിന്നെ അതിൻ്റെ ശേഷം അയാൾ വിളിച്ചില്ല. പറഞ്ഞാൽ പിന്നെ തീരെ വിളിയില്ല. അങ്ങനെ ഇവർ CV ഒരു ബഷീർ എന്നുള്ള പേരാണല്ലോ. ഞങ്ങൾ മുന്നേ ഇതേമാതിരിക്ക് മാറ്റക്കച്ചവടത്തിന് വീട് ഉണ്ട് പറഞ്ഞപ്പോൾ ആ കാക്കാനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു ബഷീറിൻ്റെ സ്ഥലമല്ല ഇത് വേണ്ട പറഞ്ഞില്ല. പക്ഷെ നമ്മളപ്പോഴും ബഷീർ എന്നുള്ള പേരവിടെ കൊളർക്കണി. കാരണം ഞങ്ങൾക്ക് കാണിച്ചു തന്ന മുതലാളിയെ വേറെയാണ്. ഞങ്ങൾക്ക് മുതലാളി എന്ന് പറഞ്ഞ് കാണിച്ചു തന്നു. ഞങ്ങൾ പൈസ കൊണ്ടുകൊടുത്തുകൊണ്ട് ഒരു വട്ടമായിട്ട് എന്തോണി ഞങ്ങൾക്ക് കൊണ്ടുകൊടുത്തു. പിന്നെ പൈസ കൊണ്ടുകൊടുത്തുകൊണ്ടൊക്കെ വേറെ ആളെത്താം. അപ്പം നമ്മൾ ബഷീർ എന്നുള്ളൊരു മുതലാളിനെ നമ്മളവിടെ ഇതാക്കണേ. കാരണം എൻ്റെ ഹസ്ബൻഡിനെ അറിയണ നമുക്ക് ഈ സ്ഥലം തന്ന മുതലാളിയാണ് ഇത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് വരെ അറിയണ ആൾ വേറെയാണ്. ഹുസൈന് അറിയും. അയാളെ ഫോട്ടോ ഒന്നുമില്ല. അതാണെങ്കിൽ അതും ഞാൻ കൊടുക്കുമായിരുന്നു. കാരണം ഇനി ഇങ്ങനത്തെ ഒരു ചതിയിൽ ഓരോ പാവങ്ങളും പണക്കാരും, കാരണം പണക്കാർ വെച്ചാൽ അവർ നല്ല രീതിയിൽ പണം ഉണ്ടാക്കി വരും. ഇപ്പം എൻ്റെ മാർക്ക് ഒരിക്കലും ഒരാളും ഉണ്ടാക്കില്ല. കാരണം സ്വന്തം ആൾക്കാരെ ചതിച്ച് കണ്ടാണ്. അങ്ങനെ ഇവന് അങ്ങനെ എന്താ പറയുക, ഇവൻ അങ്ങനെ പോയി. ഞങ്ങൾ ഇവന് കച്ചവടം നടത്തി തന്ന സ്ഥലം വാങ്ങുമ്പോൾ ഞങ്ങൾക്ക് പൈസക്ക് കുറച്ച് ഇടയ്ക്ക് തന്നിരുന്നു. ഒരു വർഷം അന്നൊന്നും ഞങ്ങൾക്കൊരു യാതൊരു ബുദ്ധിയും വന്നില്ല കേട്ടോ. എന്നിട്ട് പിന്നെ പൈസ പെട്ടെന്ന് അവർ ചോദിച്ചത് ഇയാളെ മോളെ കല്യാണം അടുപ്പിച്ചിട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒക്കെ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഇയാളെ മോളെ കല്യാണം അടുപ്പിച്ചിട്ട് ഇയാൾ പൈസ അയച്ചതൊക്കെ അതിനൊന്നും ഒരു കുഴപ്പമൊക്കെ തവക്കൽത്തുമല്ല. കാരണം പഠിച്ചോൻ എനിക്കാ സ്വർണം അല്ല എൻ്റെ ഗോൾഡ് എൻ്റെ ആങ്ങള എങ്ങനെയാണോ എൻ്റെ ആങ്ങളപ്പമ്മ ഇവരൊക്കെ എങ്ങനെയാണോ ഉണ്ടാക്കി തന്നു കണ്ടത്, എന്താണ് ആ ഒരു ഇത് പഠിച്ചോനക്കറിയാലോ. തവക്കൽത്തുമല്ല പഠിച്ചോൻ ഇന്നല്ലെങ്കിൽ നാളെ. അതൊക്കെ പിന്നെയായിരുന്നു. ഇപ്പോൾ പെട്ടെന്നാണ്. എൻ്റെ കണ്ണാൽ തന്നെ കാണിച്ചു തരും. നമുക്ക് കാണിച്ച് തരണം, കാണിച്ച് തന്നിട്ട് എന്നെ മരിപ്പിക്കുക, അത്ര ഒരു ആഗ്രഹമുണ്ട്. കാരണം എൻ്റെ പാരൻസ് എനിക്ക് തന്നു, ഞാൻ എൻ്റെ മക്കൾക്ക് വെച്ചിട്ട് നമ്മളൊരു ഇത് വെച്ചിട്ട് ഇതാക്കല്ല. അങ്ങനെ ഇപ്പോൾ എനിക്ക് എൻ്റെ നെഞ്ഞ് പടിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത്രക്ക് വെച്ചാൽ അങ്ങനെ ഇയാൾ ഈ 30 ഇത് പറഞ്ഞല്ലോ. പിന്നെ ഞാൻ ഇത് സ്ഥലം വിറ്റ് പോഞ്ഞിട്ട് ഹസ്ബൻഡിനാണെങ്കിൽ അയിമ ഇറങ്ങാനുള്ളൊരു നേരമില്ല. അങ്ങനെ കൂടിയായിട്ട് പിന്നെ ഞങ്ങളെ സ്ഥലത്തേക്ക് പോക്ക് തുടങ്ങിയപ്പോൾ പിന്നെ അവിടെയുള്ള അയൽവാസികൾ തന്നെ പറഞ്ഞു ഈ സ്ഥലത്തിന്. പിന്നെ നമ്മൾ ഓരോരുത്തരെ അങ്ങനെ കൊണ്ട് കാണിച്ചു കൊടുക്കുമ്പോഴൊക്കെ ചില അയൽവാസികൾ മുടക്കുന്നവർ. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ സ്ഥലത്ത് ഇവിടെ വെള്ളമില്ല മറ്റേ. പക്ഷെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ഉപ്പ കിണർ അളക്കുന്ന ആളാണ്. എൻ്റെ ഉപ്പാക്ക് ഏകദേശം വെള്ളമുള്ള ഏരിയ. പിന്നെ നമ്മളൊരു സ്ഥാനക്കാരനെ കൊണ്ടുവരുന്നു കുറ്റി അടിച്ച് ഇതാക്കുക, നോക്കുക, തറ കെട്ടുക എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ. അപ്പോൾ അയാൾ വെള്ളമുള്ള ഏരിയ ആണെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം അള്ളാൻ്റെ ഭൂമിയിൽ എവിടെയും വെള്ളമില്ലാത്ത ഏരിയയാണ് ഇറങ്ങണം പഠിച്ചോ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ എന്താ പറയുക, ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു അയൽവാസിന് അവരൊക്കെ ഇയാൾ നിർത്തിയമായിരിക്കാണ് തോന്നുക. ഇയാൾ പറഞ്ഞ് ഏൽപ്പിച്ചമാർക്ക്. കാരണം നമ്മൾ ചെല്ലുമ്പോൾ ഒന്നും ഇവരിത് പറഞ്ഞില്ല. ഇങ്ങനൊരു പ്രശ്നമുണ്ട്, വെള്ളം എന്താണ് അങ്ങനെയൊന്നും ഇവർ പറഞ്ഞില്ല. അങ്ങനെ നമ്മൾ എന്താ പറയുക, എന്താ പറഞ്ഞത്, അവിടെയുള്ള അയൽവാസികൾ നമ്മൾ ചെല്ലുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മേടിച്ചുമ്പോൾ ഇവിടെ ഒരാളോട് നിങ്ങൾ വന്ന് അന്വേഷിച്ചില്ലല്ലോ, ഈ സ്ഥലത്തിന് അത്ര വില ഒന്നുമില്ല, 1.10 സ്ഥലത്തിന് 70 ഉറുപ്പ്യൊക്കെ ഉള്ളൂ. 70. ഞാൻ സത്യം പറഞ്ഞാൽ ഭൂമി പിളർന്നിട്ട് അതിൻ്റെ അടിക്കാണ്ട് പോയാൽ മതിയെന്ന് ചിന്തിക്കൂല. ആ ഒരു നിമിഷമായിരുന്നു സത്യമായിട്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളെ അടുത്തുള്ള ആകെയുള്ളൊരു സമ്പാദ്യമാണത്. ഹസ്ബൻഡ് ജോലിയും പോയി, പിന്നെ അങ്ങനെ ഒരു സമ്പാദ്യമാണ് വിചാരിച്ചിരിക്കുന്ന സംഭവം.
എങ്ങനെയാണെങ്കിലും ഇത് വിറ്റെങ്കിലല്ലേ പറ്റുള്ളൂ. അങ്ങനെ വിചാരിച്ചിക്കാണ്ട് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യം പറഞ്ഞാൽ അയാൾക്കുള്ള പണി ഞാൻ കൊടുക്കും വിചാരിച്ചു. അങ്ങനെ ഞാനത് ഫേസ്ബുക്കിൽ ഈ സെയിൽസിൻ്റെ ഇതിലിട്ടു, ഇൻസ്റ്റയിൽ കുറേ ഇട്ടു. അങ്ങനെ എനിക്ക് കിട്ടുന്ന ടൈമൊക്കെ ഞാൻ ഈ ഒരു സ്ഥലത്തിൻ്റെ ഇതിൽ ബാക്കിൽ തുടങ്ങി. അങ്ങനെ പോയി കുറേ ആൾക്കാർ എൻ്റെ കമൻസും വീഡിയോസും ഒക്കെ കണ്ടിട്ട് വന്നു. അവർക്കൊക്കെ ഇഷ്ടപ്പെടും, ഈ അയൽവാസികളും മുടക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾക്കൊരു വീട് വേണം, അതായത് മാറ്റക്കച്ചവടം നടത്താം, അങ്ങനത്തെ രീതിയിൽ ഞങ്ങൾ നോക്കൽ തുടങ്ങി. അങ്ങനെ ഇതേമാർക്ക് അറിഞ്ഞു, ഞങ്ങളെ ഇതാക്കി, ഞങ്ങളോട് സംസാരിച്ചു, ഞങ്ങളെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു കൂട്ടർ വന്നു. ഒരു കാക്ക, എന്താണ് ഹൈദർ, ഒരിക്കലും അയാളെ പേരൊന്നും മറക്കൂല. ഹൈദർ, പിന്നെന്താ അൻവർക്ക, അവർ രണ്ടാളും മറക്കൂല. കാരണം ഞങ്ങളെ അവസ്ഥ, ഇതാണ്, ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവർ ഞങ്ങളോട് പറയാം, ആരോ ഞങ്ങളെ ഇത് കണ്ടതാണ്, കമൻ്റൊക്കെ കണ്ടിട്ട് വന്നതാണ്. അവരാരാണെന്നോ ഈ അൻവർ പറഞ്ഞ കാക്കാനെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഞങ്ങൾ നേരിട്ട്. ഈ ഹൈദർക്ക് ആരാണെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ല. എപ്പോഴും അവർ പറഞ്ഞത് എന്താണ്, ഈ കച്ചവടം നടന്നാൽ കച്ചവട പൈസ പോലും വേണ്ടാന്ന്. അതാണ്, അത്രക്ക് അങ്ങനെയും മനുഷ്യന്മാരുണ്ട് കേട്ടോ. അങ്ങനെ അവർ വന്നിട്ട് ഞങ്ങൾക്ക് ഓരോരോ വീടുകൾ, ചിലത് വീഡിയോസ് അയച്ചൊക്കെ ചെയ്യും. അങ്ങനെ വീഡിയോസ് അയച്ചതിൽ യാദൃശികമായിട്ട് ഈ പത്തായക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്തെ ഹസ്ബൻഡിൻ്റെ മൂത്തമ്മാൻ്റെ മോൻ കൊണ്ടുപോയി കാണിച്ചെന്നാണില്ലേ, ഞങ്ങളെ സ്ഥലം ഫുള്ള് കൊടുത്തിട്ട് ബാക്കി 5 കൂടി കൊടുത്താൽ ആ വീട് ഞങ്ങൾക്ക് കിട്ടും എന്നുള്ള രീതിയിൽ ഒരു വീട് തന്നില്ല. ആ വീട് ഇയാൾ ഞങ്ങൾക്ക് വീഡിയോ ഇട്ടെന്നപ്പോൾ ഈ കാക്കാനോട് ഞങ്ങൾ അറിയാത്ത രീതിയിൽ ചോദിച്ചു, കാക്കത്ത് എവിടെ സ്ഥലം, നല്ലൊരു വീടില്ല, എന്താ ഒരു റേറ്റ് ചോദിക്കണമെന്ന് ചോദിച്ചു. അപ്പം ഇയാൾ പറഞ്ഞേ, പത്തായക്കല്ലിങ്ങാണ് അവർ ചോദിക്കണത് 25ഒക്കെയാണ്, നമുക്ക് 24 ഒപ്പിക്കാറുണ്ട്. 25 അവർ ചോദിക്കണത്, 24 ഞാൻ ഒപ്പിച്ചു തരാറുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 25 പറഞ്ഞാൽ 24 ഒപ്പിച്ചാൽ അറ്റങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ 24 ഒപ്പിച്ചാൽ 6 ലക്ഷം റുപ്യ, 30 മൈനസ് 24, 6 ലക്ഷം റുപ്യ ഇവർക്ക് സ്വന്തം. പിന്നെയും ആർക്ക്, ഹസ്ബൻഡ് മൂത്തമ്മാൻ്റെ മോനക്ക്, പിന്നെ ഓൽക്ക് സ്വന്തം. അപ്പോൾ നനഞ്ഞോടെ തന്നെയാണല്ലോ പിന്നെ ഓല് കുഴിക്കാൻ നോക്കുന്നത്. ഞാൻ അതങ്ങനെ ചിന്തിക്കണേ. പിന്നെ ഇയാൾ ഇതിൻ്റെ മുതലാളിയാണ് അറിയാണ്ട്, ഈ സ്ഥലത്തിൻ്റെ ഞങ്ങൾ വാങ്ങിയ സ്ഥലത്തിൻ്റെ മുതലാളിയാണ് അറിയാണ്ട് കാണിച്ച് തന്നിട്ടുണ്ടത്. ഇയാളെ തന്നെ പാർട്ട്ണറാണ് ഹുസൈനർ. ഞങ്ങളപ്പോഴൊന്നും ഇയാൾക്കൊക്കെ കരഞ്ഞാൻ വിളിച്ചിട്ടുണ്ട്, അത്രയും അവസ്ഥയിലെത്തിയിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിക്ക് വേറെ എന്തൊക്കെയോ തോന്നിപ്പോയിരുന്നു. കാരണം അത്രയും ഒരു ചതിയിലാണല്ലോ പെട്ടത് എന്നുള്ള രീതിയിൽ. പിന്നെ ചതിയിൽ പെടുക വെച്ചാൽ എനിക്ക് എൻ്റെ ആൾക്കാർ ഇന്ന സ്ഥലത്തൊരു ഇതുണ്ട്, ഇന്ന സ്ഥലത്ത് പറഞ്ഞാൽ എനിക്ക് പറയാൻ നല്ല ആഗ്രഹം ഉണ്ടാവും, ഇങ്ങനെ ഒരു സ്ഥലത്തുണ്ട് അത്ര വീട്, നമ്മൾ പോയി നോക്കിയാലോ എന്നൊക്കെ. കാരണം ഹസ്ബൻഡ് വീട്ടിലായി എന്നാണ് ഹസ്ബൻഡ് പറയാം. പക്ഷെ ഇത് പിന്നെ വേറൊരു ഇതായിട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ അതിന് നിൽക്കലായിരുന്നു, പേടിച്ചിട്ട് ഭയങ്കര പേടിയായിരുന്നു. സത്യം പറയല്ല, ഭയങ്കര പേടിയാണ്. പിന്നെ ഭയങ്കര പേടിയായിരുന്നു, അങ്ങനത്തെ ഒക്കെ പറയാൻ ഭയങ്കര പേടിയായിരുന്നു. പല കാരണങ്ങളുണ്ട്, അതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കണില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ എൻ്റെ ഒപ്പം പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു ഞാൻ ആദർശികമായിട്ട്. ഞാൻ ഡ്രൈവിംഗ് ക്ലാസ് കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ ഓനോട് കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ ഒരു സ്ഥലം വിൽക്കാണ്. അപ്പോൾ പിന്നെ ഓന് ഞാൻ വിറ്റ് തരാം അങ്ങനെ കുറേ കമ്മീഷൻ തരുമോ വെച്ചു, ഒരു തമാശക്കാണ് തോന്നും. പിന്നെ ഓൻ്റെ ഒപ്പം വാങ്ങി. പിന്നെ വാങ്ങിയതിൻ്റെ ശേഷം ഈ ഞങ്ങളെ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ വിചാരിക്കണത് എന്താണ്, ഈ റോഡ് കാക്കാൻ്റെ ഹസ്ബൻഡ് ജ്യേഷ്ഠൻ്റെക്ക് റോഡുണ്ട്, ആ റോഡ് ഞങ്ങൾ ഇടിച്ച് പൊളിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പമാണ് മേടിച്ചത് പറഞ്ഞില്ല. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ ചെറിയ ബ്രദർ JCBൻ്റെ ഡ്രൈവറാണ്. അപ്പോൾ ഓനറ്റ് ഇത് മാന്തിയെടുത്താലും
പൈസ അവർ കൊടുത്തോളാം എന്നൊക്കെ പറയും. കാരണം ഞങ്ങളെ സിറ്റുവേഷൻസൊക്കെ അവർക്കറിയാം. അങ്ങനെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നെ ഞങ്ങൾക്ക് എന്താണ് ആധാരം അളക്കൽ തുടങ്ങി. അളക്കുന്നതിന് ശേഷം 11:45 ഉള്ളത് 10:45 എന്നുള്ളതാണ് ആധാരത്തിൽ കാണുക. അന്നാണ് ശരിക്കും ഞങ്ങൾ ആധാരം നോക്കുന്നത്. അതൊക്കെ ഞങ്ങളടുത്ത് വന്ന തെറ്റാണ്, പക്ഷെ ഞങ്ങൾക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല. 10:45 വരുന്നത്. ആ 10:45 അളന്ന് നോക്കിയപ്പോൾ ഈ കുറേ ഞങ്ങളെ കുറ്റി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കുത്തിക്കുക. ഞങ്ങൾ അളന്നിട്ടോളാം. കുറേ ആരാണ് എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഞങ്ങളത് ഈ വാങ്ങിയ ഈ കാക്ക കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഇത് 10 ഇല്ലല്ലോ അറിയാം. ഞാൻ പറഞ്ഞത് 11:45 ഉണ്ട്. ഇത് 11:45 പോയിട്ട് 10 കൂടി. അപ്പോൾ എനിക്കിത് മനസ്സിലാവണേ ഞാൻ മാറ്റി കുത്തിക്കുന്നൊന്നും എനിക്കറിയണില്ല. അങ്ങനെ പിന്നെ ഇവർ അങ്ങനെ എന്തോ സംഭവം അവരെ കൊടുന്നിട്ട് അളന്ന് തിട്ടപ്പെടുത്തി കുറ്റികൾ കുറേ ഹസ്ബൻഡ് ജ്യേഷ്ഠൻ്റെ നിന്ന് കുറേ ഇങ്ങോട്ട് നമ്മളത് ആരോ മാറ്റി കുത്തിക്കണം. നേരെ കറക്റ്റാക്കി അവരത് കറക്റ്റ് അവിടെ അളന്നിട്ട് കൊടുത്ത്. എന്നിട്ടും നമ്മളത് പിന്നെയും നമ്മളതാണ് കുറഞ്ഞിട്ടുള്ളത്. 10:45 ഉള്ളത് 10:30 പോലും ഇല്ല. ഒക്കെ അല്ല ഉണ്ട്. കാരണം അല്ല കുറേ കാര്യത്തിൽ അങ്ങനെ എന്താ പറയുക. പിന്നെ നമ്മൾ അളന്നൊക്കെ ശരിയാക്കി പോകുന്നതിൻ്റെ ശേഷം പിന്നെ ഈ കാക്ക വിളിച്ച് കണ്ട് പറഞ്ഞ് തെങ്ങ് അത് 6 തെങ്ങുണ്ട് ഞങ്ങളതിൽ. 6 തെങ്ങ് ഞങ്ങളതിലില്ലല്ലോ. ഒന്ന് കാക്കാൻ്റെയിലാണ് കാരണം ആ റോഡിൻ്റെ ഇതിൽ കൂടി പോകണം. അപ്പോൾ റോഡ് ഞങ്ങളും പൈസ കൊടുത്താണ് അവരും പൈസ കൊടുത്താണ്. പക്ഷേ അതിലാണ് കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞേ അപ്പോൾ ഞാൻ ടെൻഷനാവാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ 10:45 11:45 10:45 ആധാരത്തിൽ 10:45 അളന്ന് നോക്കിയപ്പോൾ 10:30 പോലും ഇല്ല. ഇനി ഇതിന്ന് കുറഞ്ഞാൽ എന്താ ചെയ്യുക വെച്ചപ്പോൾ ഞാൻ ഹുസൈനാണ് ഇതിനെ മുതലാളി വെച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളെ കുറച്ച് ആൾക്കാരാണ് പറഞ്ഞത് മുതലാളി ഇതാണ് നോക്കല്. അതിൻ്റെ ഇടയിൽ ഇയാളെ പിടിച്ച് കുടഞ്ഞൊക്കെ ചെയ്തു കുറച്ച് ആൾക്കാർ. ആരെ ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മോനെ പിടിച്ച് കുടഞ്ഞൊക്കെ ചെയ്തു. അപ്പോൾ ഇയാൾ കാര്യമൊക്കെ പറഞ്ഞു കുടഞ്ഞതെന്നായി. ഞാനാണെങ്കിൽ അയാളെ കുത്തി ഇതാക്കിയിട്ടു. അത്രക്ക് ഇതുണ്ട്. അങ്ങനെ എന്താ പിന്നെ നമ്മൾ ഇതിനോട് അടുത്തപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് മുതലാളി ബഷീർ പറഞ്ഞ ആളാണെന്നൊക്കെ മനസ്സിലായി. അങ്ങനെ ഈ ബഷീറിൻ്റെ അടുത്ത് പോയി. ബഷീർ അയാളെ നമ്പർ ഉണ്ടായി നമ്മളെ അടുത്ത്. ഞാൻ വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതിന് ഇനിയും കുറയ്ക്കണേ. അതുകൊണ്ട് എനിക്ക് ഇനി അതിനൊരു പൊടിക്ക് കുറഞ്ഞാൽ പിന്നെ ഞാനും എൻ്റെ കുട്ടികളും ജീവിച്ചിരിക്കില്ല കേട്ടോ. സത്യമായിട്ട് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. കാരണം അങ്ങനെ ചെയ്യുമായിരുന്നു. സംഭവം പഠിച്ചവൻ്റെ അടുത്തേക്ക് തെറ്റൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ പറയുന്നുണ്ടല്ലോ ഈ ആത്മഹത്യ ഇതൊക്കെ ഭയങ്കര തെറ്റാണ്, പഠിച്ചവൻ്റെ അടുത്തേക്ക് തെറ്റാണ്. പക്ഷെ അതിലേക്ക് എത്തിപ്പെടുന്ന ആ ഒരു സാഹചര്യം അതെല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കുക. ഞാനങ്ങനെ ഞാൻ അങ്ങനെ ഇതാക്കില്ല. കാരണം എന്താ വെച്ചാൽ ചിലർ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടാവും എന്നൊക്കെ പറയും. പക്ഷെ ആ പ്രശ്നങ്ങൾ ആ ആളെ എത്രത്തോളം ഒരു ഇതാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ അയാൾ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. കുറേ ഞാൻ അങ്ങനെ ആയിട്ടുള്ള ഒരാളാണ്. കുറേ ഡിപ്രഷൻ്റെ സ്റ്റേജിലെത്തി. ഞാൻ ഡോക്ടേഴ്സിനെ കൺസൾട്ടിങ്ങിൽ ചെയ്തതായിട്ടുണ്ട്. ഒക്കെ ആയിട്ടുള്ള ഒരാളാണ്. കുറേ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ. അപ്പോൾ പിന്നീട് അത് ഡോക്ടറെ കൺസൾട്ടിങ്ങിലായ പിന്നെ ആൾക്കാർ പറയാം അവൾക്ക് ഭ്രാന്താണ്. എന്നാൽ ഈ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടോ ഈ ആൾ ചെറുപ്പത്തിൽ കുറച്ച് വലിപ്പം വെച്ചതിന് ശേഷം ഈ ഒരു ലൈഫിലേക്ക് വരുന്നതിന് മുന്നൊക്കെ എങ്ങനെയായിരുന്നു. അപ്പോൾ അത്രക്കും ഇതിലെത്തി എന്നുള്ള അന്ന് ഞാൻ ഞാൻ വിളിച്ചുകൊണ്ട് പറഞ്ഞ് ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല. എനിക്കതിന് ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് പൊടിക്ക് അതിന് കുറഞ്ഞാൽ എൻ്റെ കുട്ടികൾ അനുഭവിക്കേണ്ടതാണ്. അല്ലെങ്കിലോ നഷ്ടത്തിലാണ് ഞങ്ങൾ എത്തിക്കേണ്ടത്. നഷ്ടത്തിലാണ് എത്തിക്കേണ്ടത്. കൊടുത്ത് അൽഹംദുലില്ലാ നല്ല പൂർണ്ണ മനസ്സോടെ കൊടുത്തിട്ടുള്ള ഒരു കുഴപ്പമില്ല. പക്ഷെ അത്രയും നഷ്ടം ഞങ്ങൾ
അതിമതായല്ലോ ആ നഷ്ടമുണ്ട്. പക്ഷെ കൊടുത്തിന് ഞങ്ങൾക്ക് അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല, നല്ലൊരാളെ വാങ്ങിയിട്ടുണ്ട്. ഒക്കെ ഞങ്ങൾക്ക് അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല. അപ്പം അത്ര ഇതിൽ ഞാൻ പറഞ്ഞേ ഞാൻ ജീവിച്ചിരിക്കൂല കേട്ടോ, ഉറപ്പാണ് ഞാൻ ജീവിച്ചിരിക്കൂല, ഇനി എന്നെക്കൊണ്ട് ഇത് താങ്ങാൻ വയ്യാറ്. അങ്ങനെ അയാൾ പെട്ടെന്ന് വന്നു ആൾന്നുകാണ്ട് വന്നു. അങ്ങനെ ഞാൻ ഇയാൾക്കും വിളിച്ച് ഹസ്ബൻഡിനെ കൊണ്ട് ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മകന് ഈ മേടിച്ചെന്ന നാറിനെയും വിളിപ്പിച്ചാണ്, കോളുടെ ഡാഷുമാനെ ഓനും വിളിപ്പിച്ച് വരണം, നിങ്ങളും കൂടിയല്ലേ മേടിച്ചെന്ന് വരണം എന്ന് പറഞ്ഞു. അയാളും വന്ന്, അയാളപ്പോൾ ഏതോ ഒരു ചിങ്കിടി ഉണ്ടായിരുന്നു. അങ്ങനെ അയാൾ വന്നപ്പോൾ ഇതാക്കി അങ്ങനെ അളന്നപ്പോൾ ആ പറഞ്ഞ തെങ്ങും ഇതൊക്കെ ഞങ്ങളുടെ തന്നെയാണ്. അതിൻ്റെ ഇടയിൽ ആൾക്കും എൻ്റെ മൂത്തമാൻ്റെ മോനുണ്ടായിരുന്നു കേട്ടോ. മൂത്തമാൻ്റെ മോനെ ഇയാളെറ്റാല കമ്പനിയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആൾക്കിനടിയിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി നിൽക്കുന്നടിയിൽ വന്നുകാണ്ട് ഞാൻ പറഞ്ഞേ, നിങ്ങൾ ഹസ്ബൻഡ് പറഞ്ഞേ ഇതല്ല ചതിയിലല്ല പെടുത്തേന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചതിയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെ മോളെ കെട്ടിച്ചാൻ വേണ്ടിയിട്ട് പൈസക്ക് ഞങ്ങളെ ഒതുക്കിയതാണ്. എന്നെ മോളെ കണ്ടിഞ്ഞു ആ വീഡിയോ ഒക്കെ ഉണ്ട്, ഇതിലൊക്കെ ഞാൻ വിട്ടുതരാം, വിടും ഒക്കെ ശ്രദ്ധിക്കാം. അങ്ങനെ അപ്പോൾ അയാളോട് അത് ചോദിക്കലും മുന്നേ അയാൾ പറഞ്ഞേ, ഹസ്ബൻഡിനോട് നല്ലപോലെ പറഞ്ഞേ, ആ തെങ്ങ് ഷുഹൈബിൻ്റെക്കുള്ള കേട്ടോ, നിങ്ങളതീത്തല്ല കേട്ടോ പറഞ്ഞു. അതുകൊണ്ട് കേട്ടപ്പോൾ ഹസ്ബൻഡ് അപ്പം തന്നെ അയാളോട് ചോദിച്ചു, നിങ്ങളിപ്പോൾ അളന്നപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മൂത്തമാനും മോനോട് പറഞ്ഞു ഇങ്ങനെ ആ തെങ്ങ് വലുതീക്കാണെന്ന് പറഞ്ഞത്. ഏത് തെങ്ങ് വെച്ചാൽ അത് പറഞ്ഞു. അപ്പം തന്നെ അളന്നുകാണ്ട് പറഞ്ഞത് നിങ്ങളതീത്താണ് പറഞ്ഞു. അപ്പം തന്നെ ഇയാൾ പിന്നെ നിങ്ങളതീന്നാണ് പറഞ്ഞത് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നിങ്ങൾ വലുതീത്തെന്നാണ് പറഞ്ഞു. പിന്നെ എങ്ങനെ ചോദിച്ചു. അപ്പം സത്യം പറഞ്ഞാൽ ഇയാൾക്ക് എത്ര ഇതുണ്ടെന്നല്ല ചോദിക്കണ്ട. പിന്നെ നമ്മളെ മക്കളങ്ങനെ ആയതിൽ ഒരിക്കലും മാതാപിതാക്കൾ കുറ്റക്കാരല്ല. കാരണം ചില മാതാപിതാക്കൾ കുറ്റം ചെറുപ്പം മുതലേ അങ്ങനെ ആയതുകൊണ്ട് ഇത് ഈ പണത്തിനോട് അത്യാഗ്രഹം കാണിച്ച് സത്യത്തിൽ ഇനി സ്വന്തം ആൾക്കാരാരെന്നോ അല്ലാത്തവരാരെന്നോ ഇയാൾക്ക് മനസ്സിലാവാതിരിക്കണം. ഇയാളിപ്പോൾ ഞാനൊരു കാര്യം പറട്ടെ, നമ്മൾ എന്ത് നല്ല രീതിയിൽ ഉണ്ടാക്കിയാൽ കാലാകാലം നിലനിൽക്കുമല്ലോ, അല്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയാൽ അപ്പം അതൊക്കെ എനിക്ക് ഒരിക്കലും പൊരുത്തല്ല. മരണം വരെ എനിക്ക് പൊരുത്തില്ല. ഞാൻ പൊരുത്തപ്പെടണം, എൻ്റെ നഷ്ടപ്പെട്ട മുതൽ മൊത്തം എനിക്ക് കിട്ടണം. കാരണം ഞങ്ങൾ കണക്ക് കൂട്ടിയപ്പോൾ 70 ഉറുപ്പ്യാണ് അത് സെൻറ്റിന് വരുന്നെങ്കിൽ ലാഭം എടുത്തോട്ടെ. അതിനൊരു ഞങ്ങൾ 11.25 സെൻറ്റ് സ്ഥലം വിചാരിച്ചു കണ്ട് എടുത്തുകൊണ്ട് ഞങ്ങൾ 12 ലക്ഷത്തോളം ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. 70 ഉറുപ്പ്യ വരുന്നെങ്കിൽ 10.25 സെൻറ്റിന് 10.5 സെൻറ്റിൻ്റെ അടുത്ത് ചെയ്യാം. എത്ര ആവുമെന്നൊന്ന് കൂട്ടി വയ്ക്കുക. ഞങ്ങളൊരു വീട്ടിൽ തന്നെ അയാൾക്ക് എത്ര ലക്ഷം ഉറുപ്പ്യ ലാഭം കിട്ടിയിരുന്നു. എൻ്റെ ഹസ്ബൻഡ് പറയും, നമ്മൾ മുടക്കിയ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മൊത്തത്തിൽ വാങ്ങിയിരുന്നു. ജ്യേഷ്ഠൻ്റെ ആ ഒരു ജ്യേഷ്ഠൻ വാങ്ങിയ സ്ഥലം കൂടി ഞങ്ങൾക്ക് വാങ്ങുമായിരുന്നു. അത്രയും ഞങ്ങളൊരു വീട്ടിൽ എത്ര ഉറുപ്പ്യ അയാൾ മുണുങ്ങല്ല, അയാളെ മകളെ കെട്ടിച്ചാൽ എനിക്കറിയാം. അത് ഞാനിപ്പോഴും പറയണേ, എൻ്റെ ആ ഒരു തെറ്റ് നേടിയ ഒരു മുതലും ഒരിക്കലും അതിന് സംഭവം ശരിയാണ്, പെൺകുട്ടിയാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ഞാനും പെൺകുട്ടി തന്നെയാണ്, എനിക്കും പെൺകുട്ടിയുള്ളതാണ്. എൻ്റെ ആ മുതലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിൻ്റെ പെൺകുട്ടിക്കാക്കിയിരുന്നു. അങ്ങനെ ചിന്തിക്കാമല്ലോ. അപ്പോൾ അയാളൊരു ലാഭം എടുത്ത് ഒരിക്കലും ഞങ്ങൾ ഒരാളെ ഇഷ്ടമില്ലാത്ത മുതൽ ഞങ്ങൾ ഇതാക്കിയിട്ടില്ല. പിന്നെ ഇപ്പം നമ്മളെ മുതൽ ഒരാളെടുത്ത് പെട്ടുകണമെങ്കിൽ അത് വെറുതെ വിട്ടുകൊടുക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അല്ല എൻ്റെ മുന്നിൽ തന്നെ ഇതാക്കും അങ്ങനെ. അപ്പോൾ അയാൾ അവിടുന്ന് ഇതായി നമ്മളെ വന്നുകാണ്ട് വല്ല വിളിച്ചിക്കാണ്ട് അത് ഇത്ര തെങ്ങാണെന്ന് അറിയുമ്പോൾ പിന്നെ അപ്പം തന്നെ അവിടുന്ന് ക്ലിയർ ആക്കി. അപ്പം എന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളിത് കാലങ്ങൾ കൊണ്ട് വിറ്റു? ഞാൻ വന്നതാണ്. പിന്നെ എന്ത് പിന്നെ അയാൾ അവിടുന്ന് പറഞ്ഞത് എന്നാണ്, ഞാൻ കച്ചവട പൈസ പോലും മേടിച്ചിട്ടില്ല. ആ നാറി മോൻ എൻ്റെ മുന്നിൽ നിന്നാണ് കൊടുത്ത ആളിപ്പോൾ ജീവിച്ചിരിപ്പില്ല. കൊണ്ടുപോകണത് കണ്ട ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. ഹസ്ബൻഡ് ഉമ്മ കണ്ടിരിക്കണം അതുപോലെ പറയിലേക്ക്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇനി ഇതേ മരക്കത്തൊരു ചതിയിൽ ഒരാളും പോകരുത്, ഓൻ്റെ ചതിയിൽ. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്.
ഇതിൽ തന്നെ ലാസ്റ്റിൽ ആളെ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. ഞാൻ കുറേ കരഞ്ഞുകാണ്ടുള്ള സീനൊക്കെ കരയിൽ. പക്ഷെ കാരണം എൻ്റെ അപ്പത്തെ ഒരു മാനസികാവസ്ഥയ്ക്ക് ഞാൻ കറിയല്ലേ കയറാം. എന്നിട്ടും എൻ്റെ മൂത്തമാനമ്മ പറയാൻ നിർത്തിക്കളാണ്. അല്ലെങ്കിൽ ഞാൻ സത്യം പറയാലോ, എൻ്റെ കയ്യിൽ എന്താണോ കിട്ടുന്നത് അതൊക്കെ ഞാൻ എറിഞ്ഞിട്ടുണ്ടാവും. അത്രയും അങ്ങേ അറ്റത്ത് എത്തി നിൽക്കുകയാണ് ഞാൻ. അത്രയും ഈ വീഡിയോ ചെയ്യാൻ കുറേ ഇതിപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ അങ്ങനെ എന്തോ നടന്നതാണ്. പക്ഷെ ഇത്രയും ലാഗായത് എന്താണ്, നമ്മളൊരു വീട്ടിൽ കയറി ഇരുന്നിട്ട് മാഷാ അള്ളപ്പം തന്നെ ഞങ്ങൾ ഒരു ചെറിയ വീട് കൂടിയിരുന്നു. വാങ്ങിയതാണ് വീട്, സ്ഥലം കൂടിയുള്ള വാങ്ങിയതാണ്. സ്ഥലം വിറ്റു. പിന്നെ ഹസ്ബൻഡ് ചെറിയ ഏണിങ്സ് ഉണ്ടായിരുന്നു, അറിയില്ലായിരുന്നു, സർപ്രൈസ് ആയിരുന്നു. മാഷാ അള്ളാ അതൊക്കെ കൂടി ആയിട്ട് ഇതാക്കി. എങ്കിലും ഞങ്ങളെ മുതൽ ഒരിക്കലും ഞാൻ ചിന്തിക്കണം എന്താണ്, ആരൊരു ഇഷ്ടമില്ലാത്ത അവരെ മുതൽ നമ്മളെടുത്ത് വേണ്ട. നമ്മളെ ഇഷ്ടമില്ലാത്ത മുതൽ എന്തിനാണ് നമ്മൾ ഒരു 10 രൂപ കേട്ടോ, 1 രൂപ ഒരാൾ ഉണ്ടാക്കണമെങ്കിൽ അയാൾക്ക് അതിൻ്റെതായ ഒരു കഷ്ടപ്പാടുണ്ടാവുമല്ലോ. ഇന്നിപ്പോൾ 10 രൂപക്കൊന്നും വാല്യൂ ഇല്ല. പക്ഷെ എങ്കിലും തന്നെ വാല്യൂ ഒക്കെ ഉള്ളൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും 10 രൂപക്ക് വാല്യൂ കൽപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതാണ് സത്യം പറഞ്ഞാൽ. ഇങ്ങനത്തെ ഒക്കെ മുതൽ തിന്നുമ്പോൾ എന്താണ്, ഒരു ചൊല്ലുണ്ട്, ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല, അതിൽ അത്രയും ഇതാണ് മാണ്ടല്ലോ വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഇതാണ് ഇപ്പോൾ എൻ്റെ ഇത്. ഇനി വീഡിയോസ് ഇടണമെന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. കാരണം ഈ ഒരു വീഡിയോ ഇട്ടിട്ട് ഇനിയൊരു വീഡിയോ ഇടുള്ളൂ എന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു. എന്താ പറയുക, ഒരു വാശി ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇങ്ങനൊരു ചതിയിൽ ഞാൻ പെടാനില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കണത്, നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം അന്ന് എനിക്ക് ഇറങ്ങി ചോദിച്ചാൽ മതിയായിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാനൊരു പേടിയായിട്ട് ഓലെ ബഹുമാനം ചെയ്യാതായിക്കാണ്ട് ഓല് തോന്നുമോ, എനിക്ക് പേടിച്ചിട്ട് ഞാൻ ഒന്നും ചോദിച്ചിട്ട്. അന്ന് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധി ഇല്ല കേട്ടാ. നമുക്ക് അന്ന് എത്ര 20 വയസ്സ് അങ്ങനെ എന്തുള്ള ഒരു ഇതായിട്ടുള്ളൂ, വലിയ ഏജൊന്നും ആയിട്ട്. നമ്മളെ ഏജിനനുസരിച്ചാണല്ലോ ഓരോരോ പക്വത വരല്. പിന്നെ ലൈഫ് മുന്നോട്ട് പോകുന്ന തോറും ലൈഫ് ജീവിക്കുന്നതിനനുസരിച്ച് ഓരോരോ മാറ്റങ്ങൾ സംഭവിക്കുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെതായ മാറ്റങ്ങളും വരും. അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ, എനിക്ക് അന്ന് ഇറങ്ങിക്കാണ്ട് അവിടെ ഉള്ളവരോട് ചോദിച്ചാൽ മതിയായിരുന്നു. പക്ഷേ എന്താണ് ഒരു ചൊല്ലുണ്ടല്ലോ, എന്താണ്, തള്ളക്കൈലിരിക്കുമ്പോൾ കുഞ്ഞിക്കൈലുകൊണ്ട് കോരി, അങ്ങനെ പോയി പറഞ്ഞേക്കാം. എൻ്റെ വല്യമ്മക്ക് പറഞ്ഞേക്കാം. അതേമാതിരിക്കത്തെ ഒരു ഇത് വേണ്ടല്ലോ. കാരണം വലിയവരിക്കും നമ്മൾ പിന്നെ പോലെ ആൾക്കാരല്ലേ, നമ്മൾ ചതിക്കൂല. കാരണം എനിക്കും ഇതേമാതിരിക്കത്തെ ആൾക്കാരുള്ളതാണ്, ഒരിക്കലും ചതിക്കൂല, എനിക്കറിയാം. ആ ഒരു ഉറപ്പിൻ്റെ മേലെ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ വിശ്വസിച്ചു. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ, വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ആളെ മുഖം ഒരിക്കലും മറക്കരുത്. ഇവൻ്റെ ചതിയിൽ ഒരു കാലത്തും വീഴാതെ സൂക്ഷിക്കുക, എൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെങ്കിലും. കാരണം അത്രയ്ക്ക് നെഞ്ഞി പടഞ്ഞിട്ട് ഇപ്പോഴും ഒരു വീട്ടിലേക്ക് മാറി, ഞങ്ങളിപ്പോൾ വീട് കൂടിയിരുന്നു ഒക്കെ അൽഹംദുലില്ലാഹ് റാത്ത. പക്ഷെ എങ്കിലും തന്നെ എനിക്ക് ആ ഒരു സങ്കടം എൻ്റെ മരണം വരെ എൻ്റെ ഉള്ളിൽ നിന്ന് പോലും. കാരണം എൻ്റെ വാപ്പയും എൻ്റെ പേരൻസ്, എൻ്റെ ബ്രദറ്, പിന്നെ കുറേ ആൾക്കാരെ സഹായങ്ങൾ കൊണ്ട് ഒക്കെ കൂടി വാങ്ങിയ ഗോൾഡാണ്. എൻ്റെ ഞങ്ങളെ ലൈഫിനൊരു ഏണിങ്സ് ആവട്ടെ വെച്ചിട്ട്. പക്ഷെ അത് ഇത്രയും വലിയ ചതിയിലാണ് ഇതൊക്കെ ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ തുടർന്ന് നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നത് വരെ അസ്സലാമു അലൈക്കും.
എവിടെ ബാക്കിയോടെ സ്ഥലം കാണില്ല ഇതിൽ തന്നെ ഇപ്പോ 12 55 സ്ഥലം 10-38 ഇങ്ങനെ വന്നിട്ടെന്നെ 12 ലക്ഷം ഉറുപ്പ്യ മേടിച്ചിക്കണ വെച്ചിട്ട് ഞങ്ങളിപ്പോ കൊടുത്തുകൊണ്ട് എത്ര ഉറുപ്പ്യക്കാ നിങ്ങള് 1 ലക്ഷം ഉറുപ്പ്യക്കാണ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടത്. നിങ്ങൾക്ക് മാനുവാക്ക നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാ സോഫയിൽ ഇരുന്ന് കണ്ട് കൊല്ലം മറി കൂടുമ്പോ ഇരട്ടി പൈസ വെക്കുന്നു. നാട്ടുകാരും എന്റെ കാക്കൊക്കെ കൂടി ഗൾഫ് കിടന്ന് കഷ്ടപ്പെട്ട പൈസ നിങ്ങൾ എത്ര പേയ്മെന്ന് മുണങ്ങിക്കണോ നിങ്ങൾ മുണങ്ങിയ ഞങ്ങൾ അറിഞ്ഞിക്കണേ മരിച്ച വരെ നിങ്ങൾക്ക് ആരാണോ അതേമാർക്ക് ഞാനും ആനും കൂടെ മുണങ്ങിക്കണ്. ഒരു കാലത്ത് മരണ വരെ ഞാൻ പൊരുത്തപ്പെട്ടു തരൂല. നിങ്ങളെ മോളെ കല്യാണം നടത്തിയില്ല മോളെ കല്യാണം നടത്തിയില്ല നിങ്ങൾക്ക് 70 ഉറുപ്പ്യല്ല ഞാൻ അത് പോട്ടെ. നിങ്ങൾ കൊല്ലം മാറി കൂടുമ്പോൾ ഞങ്ങള് സത്യങ്ങളൊക്കെ അറിഞ്ഞു. പൊന്നാർ മാനകാക്ക സത്യങ്ങളൊക്കെ അറിഞ്ഞിക്കണേ. ഞങ്ങള് പൊന്നാർ മാനകാക്ക സത്യങ്ങളൊക്കെ അറിഞ്ഞിക്കണേ. നിങ്ങൾ സത്യങ്ങളൊക്കെ അറിഞ്ഞിക്കണേ. ഞങ്ങള് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങളോട്. എനിക്ക് അല്ല ഇങ്ങക്ക് നിങ്ങൾ കച്ചവട പൈസ നിങ്ങളിന്റെ മുന്നിൽ നിന്നാണ് മേടിച്ചു കൊണ്ടേക്കണത്. എന്റെ 2 മക്കളാണ് സത്യങ്ങൾ നിങ്ങൾ തന്നെ മേടിച്ചു കൊണ്ടേക്കണത്. നിങ്ങളോട് ഞാൻ പറഞ്ഞേ, ഞാൻ തമാശക്ക് പറഞ്ഞു എന്ത് അതുപോലെ അഞ്ചന്മാരല്ലേ അതൊന്നും പറ്റില്ല. 20,000 ഉറുപ്പ്യ നിങ്ങളെ മേടിച്ചോണ്ടേക്കണം. മാനുവാക്ക ഒരു കാലത്ത് മരണം വരെ പൊരുത്തപ്പെട്ടില്ല. നാട്ടുകാരൊക്കെ കൂടി സഹായിച്ചുണ്ടാക്കിയ പണ്ടാണത്. നിങ്ങൾ സമ്മതിച്ച അയാൾ സമ്മതിച്ചതാണ് 70 ഉറുപ്പ്യ. 70 ഉറുപ്പ്യാണ് നിങ്ങൾ ഒന്നും പറയണ്ട. അതുകൊണ്ട് നിങ്ങളെ മോളെ കല്യാണം നല്ല രീതിയിൽ നടത്താൻ പറ്റും. ഒരു കുഴപ്പമില്ല മലയാക്ക. ഞാൻ ഇനി വേറെ പണി കണ്ടിട്ടുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളെ ഫോട്ടോ ഇട്ടിക്കണം. ഞങ്ങൾ ചതിക്കപ്പെട്ടായിരിക്കും. ഒരാൾ ചതിക്കപ്പെടാൻ പാടില്ല. ഇന്ന് ഞങ്ങൾ നിൽക്കണതിന്റെ അവസ്ഥ നിങ്ങൾ കാരണമാണ് ഞങ്ങൾ നിൽക്കണത്. എന്തിനാണ് മാനുകാക്ക നിങ്ങൾ ഈ പൊള്ളു പറയണത്? 70 ഉറുപ്പ്യാണ് അതിന് കൊടുത്തുകൊണ്ടിരുന്നേ. 70 ഉറുപ്പ്യാണ് അതിന് കൊടുത്തുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞിക്കണേ. 70 ഉറുപ്പ്യാണ് അതിന് കൊടുത്തുകൊണ്ട് അറിഞ്ഞു. വേണ്ട എനിക്ക് ചോദിക്കണ ഞങ്ങൾ അറിഞ്ഞതാണല്ലോ. വേണ്ട നിങ്ങൾ പിന്നെ വേറെ വർത്താനം നിങ്ങളെ ഞാൻ ഒരു കാര്യം പറ്റങ്ങളോടെ നവാസാക്കാക്ക് നിങ്ങൾ എടുത്തു കൊടുത്ത സ്ഥലം 27 ലക്ഷം ഉറുപ്പ്യ എനിക്ക് പറഞ്ഞു. 22 ലക്ഷം ഉറുപ്പ്യ കോൽ കൊടുത്താ. ഇനി അത് പോട്ടെ. ഇക്ക് അതൊന്നും ചോദിക്കാ വാനാക്ക. ഇക്ക് നിങ്ങളോട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒന്ന് ചോദിക്കാനുള്ളൂ. 30 ലക്ഷം ഉറുപ്പ്യക്ക് നിങ്ങൾ 10 ഒരു സ്ഥലം പറഞ്ഞു വീടും സ്ഥലം കൂടി ഞങ്ങൾക്ക് കാണിച്ചു തന്നെ. ആ സെയിം സ്ഥലം ഞങ്ങൾക്ക് വേറെ ആള് 24 ലക്ഷം ഉറുപ്പ്യക്ക്. പിന്നെ ഞങ്ങളെ കൊണ്ടേ നിങ്ങൾ ചതിക്കാൻ നോക്കിയല്ലേ. ഇനി ഒരു കാര്യം ചെയ്യും, ഇതെടുത്തോളിങ്ങള് ഞങ്ങളെ കൊന്നുകാണ്ട് അതും തിന്നോളി. എനിക്ക് ഞാനത് പൊരുത്തപ്പെട്ടു. ഇവര് പറഞ്ഞിട്ടുണ്ട്, ആ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട് മാനുവിന് വേറെ അറിയാലോ ഇവിടുത്തെ റേഞ്ച് അവിടെ നിങ്ങളെ ചതിച്ചതാണെന്ന് എത്ര ആൾക്കാർ പറഞ്ഞിരിക്കണ ഞങ്ങളോട്. എന്നിട്ട് ആ 10 നിങ്ങളുടെ വീട് 30 ലക്ഷം ഉറുപ്പ്യക്കാരന്. എന്നിട്ട് ഈ സ്ഥലം കൂടെ എടുത്തിട്ട് ബാക്കി 5 ലക്ഷം ഉറുപ്പ്യ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇവര് ചോദിച്ചു, അപ്പോൾ നിങ്ങൾ സ്ഥലത്തിന് ഞങ്ങൾ 2 സ്ഥലത്തിന് എത്ര ഉറുപ്പ്യക്കാണ്? 25 ലക്ഷം ഉറുപ്പ്യാറിന്. അപ്പം എൻ്റെ മാപ്പിള പറഞ്ഞു, എന്നാൽ 25 ലക്ഷം ഉറുപ്പ്യ തന്നാളി, നിങ്ങളെ സ്ഥലം എടുത്തോളി, ഞങ്ങൾക്ക് വീട് വേണം. പിന്നെ അതിൻ്റെ ശേഷം അയാളെ കണ്ടിട്ട് ഞങ്ങൾ ഞാൻ ഓൺ വോയിസിൽ വന്നപ്പോൾ പറയാൻ മറന്നു. ഇതിൽ തന്നെ ഞാൻ നവാസാക്കാക്ക് കൊടുത്ത വീട് എന്നുള്ള രീതി പറയുന്നുണ്ട്. അതായത് ഞങ്ങൾക്ക് ഇങ്ങനെ വീടും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് എന്ന് വിചാരിച്ചപ്പോൾ ഇയാളെ വീടിൻ്റെ അടുത്ത് ചേലക്കുത്ത് ഭാഗമാണ് ഇയാളെ വീട്. ആ വീടിൻ്റെ അടുത്ത് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ഹസ്ബൻഡാണ് കണ്ടത്. ഹസ്ബൻഡും ഉമ്മ ഇപ്പൊക്കെ അവിടെ പോയി കണ്ടതാണ്. ഒരു വീടും കുറച്ച് 15 സെൻറ്റ് എന്തോ 7 സെൻറ്റ് എത്ര വേണമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല.
നല്ല റോഡൊക്കെ ഉണ്ട് അത്രയ്ക്ക്. ഒരു വീട് കാണിച്ചു കൊടുത്ത് പറഞ്ഞത് ഇയാൾ ഞങ്ങളോട് പറഞ്ഞത് 27 ലക്ഷം എന്നാണ്. പിന്നീട് ഇത് ഹസ്ബൻഡിൻ്റെ അമ്മക്ക് 4 ഏട്ടത്തികളാണ്. അതിൽ 3ാമത്തെ ഏട്ടത്തിൻ്റെ മൂത്ത മകന് വീട് വാങ്ങി. ഇയാളായിരുന്നു അതിൻ്റെ കച്ചവടക്കാരന്. ഈ സെയിം ഞങ്ങൾക്ക് 27 ലക്ഷത്തിന് കാണിച്ചു തന്ന സ്ഥലം വീടും കൂടെ അയാൾക്ക് കൊടുത്തത് 22 ലക്ഷത്തിന്. അപ്പോൾ ഇയാളെ വിചാരം ഇവരെടുത്ത് നല്ല പൈസ വെറുതെ അങ്ങനെ അട്ടിക്കിട്ടച്ചുകൊണ്ട് നോട്ടടി മെഷീനൊക്കെ ഉണ്ട്. കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ പിന്നെ അയാൾ അവിടെ നിന്നില്ല. പിന്നെ പെട്ടെന്ന് വണ്ടി എടുത്ത് പെട്ടെന്ന് ഓടിയെന്ന് തന്നെ പറയാം. അപ്പോൾ ഒന്ന് സൂക്ഷിക്കുക. ഞങ്ങൾ പെട്ടന്മാർക്ക് ഇത്രയും വലിയ വിശ്വാസവഞ്ചന പോലത്തെ ചതിയിൽ ഒരാളും പെടരുത്. അത്രയും നഷ്ടബോധത്തിലാണ് നിൽക്കുന്നത്.